ദൈവത്തിന് സ്തുതി. MJTV സഭാവാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അജിൻ ജോ അഗസ്റ്റിൻ. പ്രധാന വാർത്തകൾ. ലൂർദിലെ അത്ഭുതങ്ങൾ ശാസ്ത്രലോകത്തെ അത്ഭുതപ്പെടുത്തുന്നുവെന്ന് നൊബേൽ പ്രൈസ് വിന്നർ ഡോക്ടർ ലൂക്ക് മൊണ്ടാഗ്നർ. മുംബൈയിൽ ദൈവമാതാവിന്റെ തിരുസ്വരൂപം അജ്ഞാത സംഘം തകർത്തു. ക്രൈസ്തവ നരഹത്യയിൽ ഐക്യരാഷ്ട്രസഭ മൗനം പാലിക്കുന്നുവെന്ന് അമേരിക്കൻ സംഘടന. ദൈവശാസ്ത്രജ്ഞനും തത്വചിന്തകനുമായ മൈക്കൽ നൊവാക് അന്തരിച്ചു. വാർത്തകൾ വിശദമായി. ലൂർദിൽ നടക്കുന്ന അത്ഭുതങ്ങൾ ശാസ്ത്രലോകത്തെ അത്ഭുതപ്പെടുത്തുന്നുവെന്ന് നൊബേൽ പ്രൈസ് വിന്നർ ഡോക്ടർ ലൂക്ക് മൊണ്ടാഗ്നർ. ലൂർദിൽ നടക്കുന്ന അത്ഭുതങ്ങൾ ശാസ്ത്രത്തിന് വിശദീകരിക്കാൻ കഴിയുന്നില്ലെന്ന് HIV അടക്കം നിരവധി കണ്ടുപിടുത്തങ്ങൾ നടത്തിയ പ്രശസ്ത ശാസ്ത്രജ്ഞനും 2008 നൊബേൽ സമ്മാന ജേതാവുമായ ഡോക്ടർ ലൂക്ക് മൊണ്ടാഗ്നർ ലെ നൊബേൽ എറ്റ് ലെമൊയിൻ എന്ന പുസ്തകത്തിലാണ് അജ്ഞേയവാദി കൂടിയായ ഈ ശാസ്ത്രജ്ഞൻ തൻ്റെ അനുഭവം വെളിപ്പെടുത്തിയിരിക്കുന്നത്. ലൂർദിൽ ഓരോ നിമിഷവും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചെറുതും വലുതുമായ രോഗശാന്തി അടക്കമുള്ള നിരവധി അത്ഭുതങ്ങൾ ശാസ്ത്രത്തിന് പോലും വിശദീകരിക്കാനാവാത്ത വിസ്മയമാകുന്നു. ഈ സത്യങ്ങളെ നിഷേധിക്കുന്നതിന് പകരം പഠനവിധേയമാക്കുകയാണ് ചെയ്യേണ്ടതെന്ന് പാസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മുൻ ഡയറക്ടർ കൂടിയായ ഡോക്ടർ ലൂക്ക് മൊണ്ടാഗ്നർ കൂട്ടിച്ചേർത്തു. 1858 വിശുദ്ധ ബെർണാഡറ്റിനാണ് ആദ്യമായി ലൂർദിലെ പരിശുദ്ധ അമ്മയുടെ ദർശനം ലഭിച്ചത്. പിന്നീട് പലതവണ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുകയും പാപികൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് വിശുദ്ധയോട് ആവശ്യപ്പെടുകയും ചെയ്തു. ലൂർദ് മാതാവിന്റെ മധ്യസ്ഥതയാൽ അനേകർക്ക് അത്ഭുത രോഗശാന്തി ലഭിച്ചിട്ടുണ്ടെന്ന് നിരവധി പേർ സാക്ഷ്യപ്പെടുത്തുന്നു. മുംബൈയിൽ ദൈവമാതാവിന്റെ തിരുസ്വരൂപം അജ്ഞാത സംഘം തകർത്തു. കുർളയിലെ റോഡിനരികിലുള്ള ഗ്രോട്ടോയിൽ പ്രതിഷ്ഠിച്ചിരുന്ന ദൈവമാതാവിന്റെ തിരുസ്വരൂപം അജ്ഞാത സംഘം തകർത്തു. ഞായറാഴ്ച പുലർച്ചെ 4 മണിയോടെ ബൈക്കിലെത്തിയ അജ്ഞാതരായ 3 യുവാക്കളാണ് ഗ്രോട്ടോയുടെ ചില്ലുകൾ തകർത്ത് രൂപം വികൃതമാക്കിയതെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. സംഭവത്തിൽ വ്യാപകമായ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്. സംഭവത്തെ തുടർന്ന് സ്ഥലത്തെ കടകൾ അടച്ച് പ്രദേശവാസികൾ പ്രതിഷേധിച്ചു. മദർ തെരേസയെ വിശുദ്ധയായി പ്രഖ്യാപിച്ച സെപ്റ്റംബർ 3 മുംബൈയിലെ ജുഹു താര റോഡിലെ ദേവാലയത്തോട് ചേർന്ന് സ്ഥിതി ചെയ്തിരുന്ന യേശുക്രിസ്തുവിന്റെ തിരുസ്വരൂപം അക്രമികൾ തകർത്ത വാർത്ത MJTV നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഡോക്ടർ സിസ്റ്റർ മേരി ആൻ CMC, ഗ്രേറ്റ് ബ്രിട്ടൻ എപ്പാർക്കിയൽ വനിതാ ഫോറം ഡയറക്ടർ. ഗ്രേറ്റ് ബ്രിട്ടൻ സീറോ മലബാർ രൂപത വിമൻസ് ഫോറം ഡയറക്ടറായി ഡോക്ടർ സിസ്റ്റർ മേരി ആൻ CMCയെ രൂപതാധ്യക്ഷൻ മാർ ജോസഫ് ശ്രാമ്പിക്കൽ നിയമിച്ചു. ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതയിലെ 160 കുർബാന സെന്ററുകളിലും വിമൻസ് ഫോറത്തിന്റെ യൂണിറ്റുകൾ സ്ഥാപിച്ച് രൂപതയിലെ 10,000-ഓളം വരുന്ന സ്ത്രീകളെ സംഘടിപ്പിച്ച് ശാക്തീകരിക്കുക എന്ന ദൗത്യമാണ് വിമൻസ് ഫോറം ഡയറക്ടർക്കുള്ളത്. 2017 ഫെബ്രുവരി മുതൽ ഗ്രേറ്റ് ബ്രിട്ടൻ സീറോ മലബാർ രൂപതയിൽ ശുശ്രൂഷ ചെയ്തു വരുന്ന സിസ്റ്റർ മേരി പാലാ രൂപത അംഗമാണ്. ദൈവശാസ്ത്രജ്ഞനും തത്വചിന്തകനുമായ മൈക്കൽ നൊവാക് അന്തരിച്ചു. കത്തോലിക്ക തത്വചിന്തകനും ദൈവശാസ്ത്രജ്ഞനുമായ മൈക്കൽ നൊവാക് ക്യാൻസർ രോഗത്തെ തുടർന്ന് അന്തരിച്ചു. 83 വയസ്സായിരുന്ന മൈക്കൽ നൊവാക് 50-ലേറെ പുസ്തകങ്ങളുടെ ഗ്രന്ഥകർത്താവ് കൂടിയാണ്. വാഷിംഗ്ടണിലുള്ള സ്വവസതിയിൽ വച്ചായിരുന്നു മരണം. ജോൺ പോൾ 2 മാർപ്പാപ്പ തന്നെ സുഹൃത്ത് എന്ന് വിശേഷിപ്പിച്ചത് തനിക്ക് കിട്ടിയ വലിയ അംഗീകാരമായി ഇദ്ദേഹം കരുതിപ്പോന്നിരുന്നു. മുതലാളിത്തം, മനുഷ്യാവകാശം, ലേബർ യൂണിയൻ, സമാധാനം സകുടുംബം എന്നിങ്ങനെ വിവിധ വിഷയങ്ങളെ കേന്ദ്രമാക്കിയായിരുന്നു അദ്ദേഹത്തിൻ്റെ രചനകൾ. MST സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് ആരംഭം. സെയിൻറ് തോമസ് മിഷണറി സൊസൈറ്റിയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് മൈലാപ്പൂരിൽ തുടക്കമായി. ജൂബിലി ആഘോഷങ്ങളോട് അനുബന്ധിച്ച് മൈലാപ്പൂരിലെ സാന്തോം ബസിലിക്കയിൽ MST സഭയുടെ ജനറൽ ഫാദർ കുര്യൻ അമ്മനത്ത് കുന്നേലിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ അർപ്പിച്ച ബലിയിൽ 50 വൈദികർ സഹകാർമ്മികരായിരുന്നു. ഉജ്ജയിൻ രൂപതാധ്യക്ഷനും MST സഭാംഗവുമായ മാർ സെബാസ്റ്റ്യൻ വടക്കേൽ സന്നിഹിതനായിരുന്നു. ഇന്ന് വൈകുന്നേരം 5:30 നടന്ന സുവർണ ജൂബിലി ഉദ്ഘാടന ചടങ്ങിൽ സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി ജൂബിലി ദീപം തെളിച്ചു. ജൂബിലി ആഘോഷങ്ങളുടെ ക്രമീകരണത്തിനായി നിരവധി കമ്മിറ്റികൾ രൂപീകരിച്ച് പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് ജൂബിലി ആഘോഷങ്ങളുടെ കോഓർഡിനേറ്ററായ ഫാദർ ജോസ് അയ്യങ്കനാൽ അറിയിച്ചു. സഭയിലും സമൂഹത്തിലും എക്കാലവും പ്രസക്തമായ ദർശനധാരകളാണ് കർദിനാൾ മാർ ജോസഫ് പാറേക്കാട്ടിൽ പങ്കുവച്ചതെന്ന് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി, എറണാകുളം അങ്കമാലി അതിരൂപത മുൻ മെത്രാപ്പൊലീത്തയും
കേരള സഭയിലെ പ്രഥമ കർദിനാളുമായ മാർ ജോസഫ് പാറേക്കാട്ടിലിൻ്റെ 30ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് എറണാകുളം സെയിൻറ് മേരീസ് ബസിലിക്കയിൽ നടന്ന അനുസ്മരണ സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാ വിഭാഗം സന്ദർശകരെയും ഹൃദ്യമായി സ്വീകരിച്ച കർദിനാൾ പാറേക്കാട്ടിൽ കാലഘട്ടത്തിന് ചേർന്ന വളർച്ച എറണാകുളം അതിരൂപതയ്ക്ക് നൽകി. വൈദികരെയും അജഗണങ്ങളെയും എല്ലാ അർത്ഥത്തിലും അനുയാത്ര ചെയ്ത മാർ പാറേക്കാട്ടിൽ രൂപപ്പെടുത്തിയ വിശാലമായ ഹൃദയബന്ധങ്ങൾ മാതൃകയാണെന്നും മാർ ആലഞ്ചേരി പറഞ്ഞു. റവറൻ ഡോക്ടർ ആന്റണി നരിക്കുളം എഡിറ്റ് ചെയ്ത കർദിനാൾ മാർ പാറേക്കാട്ടിലിൻ്റെ ആത്മകഥ കർദിനാൾ പാറേക്കാട്ടിലിൻ്റെ ജീവിതസ്മൃതിയുടെ പ്രകാശന കർമ്മം മേജർ ആർച്ച് ബിഷപ്പ് നിർവഹിച്ചു. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മറിയമേ, എൻ്റെ അമ്മേ, നിന്നെക്കുറിച്ചുള്ള ദർശനങ്ങൾ എൻ്റെ കരളിൽ സുഗന്ധധൂപ ചുരുളുകളാണ്, രക്തബന്ധത്തെക്കാൾ അതിശക്തവും. അമ്മേ, നിന്റെ പേര് പോലൊരു ഇമ്പം ചെമ്മേ എൻ്റെ ചങ്കിലുമേകണമേ. കുടക്കീഴിലെന്ന പോൽ വിഷത്തുള്ളി വീഴാതെ, കൂടാരമെന്ന പോൽ പാപക്കാറ്റേശാതെ. രണ്ടാം വരവിൻ അമ്മേ മേരി കന്യാമാതാവേ, കർത്താവിൻ വരവിനു വേണ്ടി ലോകമൊരുക്കണമേ. ആവേ മരിയ, ആത്മാവിലും ഹല്ലേലൂയ എന്നാവിലും പാടി പാടി ആരാധിക്കാം. ദൂതർക്കൊപ്പം ആനന്ദിക്കാം, അമ്മയൊത്താരാധിക്കാം. മന്നാപേടകം മരിയൻ ഫോർത്ത്. പ്രാർത്ഥന ഉയരുന്നു പരിമളധൂപം പോൽ, മറിയത്തിൽ നിന്നും പ്രാർത്ഥന ഉയരുന്നു. വാർത്തകൾ തുടരുന്നു. UAE-യിൽ കരിസ്മാറ്റിക് കൂട്ടായ്മ സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി. ഫെബ്രുവരി 17 വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് CCST അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ബിജു ജോർജ് പണിക്കപ്പറമ്പിൽ ദിവ്യകാരുണ്യ ആരാധനയിലൂടെ തുടക്കം കുറിച്ചു. UAE വികാരിയത്തിലെ ദുബായ്, അബുദാബി, ഷാർജ, അലൈൻ, ഫുജൈറ, റാസൽ ഖൈമ എന്നിവിടങ്ങളിൽ നിന്നുള്ള വിശ്വാസികളാണ് പ്രാർത്ഥനാ കൂട്ടായ്മയിൽ പങ്കെടുത്തത്. CCST സ്പിരിച്വൽ ഡയറക്ടർ ഫാദർ ജോൺ പടിഞ്ഞാക്കര, അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ബിജു ജോർജ്, ജനറൽ കോർഡിനേറ്റർ ജോളി ജോർജ്, അസിസ്റ്റന്റ് കോർഡിനേറ്റർ ഫാദർ വർഗീസ്, ജബലലി CCST കോഓർഡിനേറ്റർ ജെറീഷ് തോമസ്, അസിസ്റ്റന്റ് കോഓർഡിനേറ്റർ വിൻസെന്റ് പീറ്റർ എന്നിവർ ചേർന്ന് ജൂബിലി തിരിതെളിയിച്ചു. തുടർന്ന് റവറൻ ഫാദർ ജോൺ പടിഞ്ഞേക്കര ജൂബിലി ആശംസകൾ നേർന്നു. ജബലലി കരിസ്മാറ്റിക് കൂട്ടായ്മയുടെ മുൻകാല കോഓർഡിനേറ്റർമാരെ ആദരിച്ചു. പ്രാർത്ഥനാ കൂട്ടായ്മയുടെ കയ്യെഴുത്ത് മാസികയായ കൊയ്നോനയുടെ പ്രകാശന കർമ്മം ഫാദർ ബിജു CCST കോഓർഡിനേറ്ററായ ജോളി ജോർജിന് കൈമാറിക്കൊണ്ട് നിർവഹിച്ചു. ക്രൈസ്തവ നരഹത്യയിൽ ഐക്യരാഷ്ട്രസഭ മൗനം പാലിക്കുന്നുവെന്ന് അമേരിക്കൻ സംഘടന. IS ഭീകരർ ഇറാഖിലും മറ്റു പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലും ക്രൈസ്തവരെ കൂട്ടക്കൊടുത്തി നടത്തിയപ്പോൾ ഐക്യരാഷ്ട്രസഭ മൗനം പാലിക്കുകയാണ് ചെയ്തതെന്ന് അമേരിക്കൻ സെന്റർ ഫോർ ലോ ആൻഡ് ജസ്റ്റിസ് സംഘടന കുറ്റപ്പെടുത്തി. ന്യൂനപക്ഷങ്ങളെ കൊന്നൊടുക്കിയപ്പോൾ ജീവൻ രക്ഷിക്കാൻ ഉള്ള ശ്രമം നടത്തുവാനോ അതിനെതിരെ പ്രതികരിക്കുവാനോ ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ കൗൺസിൽ ശ്രമം നടത്തിയില്ലെന്ന് സംഘടന വിമർശിച്ചു. അമേരിക്കൻ സെന്റർ ഫോർ ലോ ആൻഡ് ജസ്റ്റിസ് സംഘടനയും യൂറോപ്യൻ സെന്റർ ഫോർ ലോ ആൻഡ് ജസ്റ്റിസ് സംഘടനയും സംയുക്തമായി ക്രൈസ്തവ നരഹത്യക്കെതിരെ പ്രമേയം പാസാക്കി UN ജനറൽ അസംബ്ലിക്ക് നിവേദനം നൽകി. ക്രൈസ്തവർക്കെതിരെയുള്ള ആക്രമണങ്ങൾ രൂക്ഷമായ സാഹചര്യത്തിൽ അടിയന്തര ഇടപെടലാണ് വേണ്ടതെന്നും ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ നരഹത്യയ്ക്ക് ഇരകളാകുന്ന ക്രൈസ്തവരെ UN സംരക്ഷിക്കേണ്ടതുണ്ടെന്നും നിവേദനത്തിൽ പറയുന്നു. കർദിനാൾ മാർ പടിയറ അവാർഡിന് അപേക്ഷകൾ ക്ഷണിച്ചു. സീറോ മലബാർ സഭയുടെ ആദ്യ മേജർ ആർച്ച് ബിഷപ്പും കേരളത്തിലെ രണ്ടാമത്തെ കർദിനാളുമായിരുന്ന മാർ ആന്റണി പടിയറയുടെ പേരിൽ കേരളത്തിലെ അച്ചടി മാധ്യമങ്ങളിലെ പ്രവർത്തകർക്ക് സത്യദീപം വാരിക ഏർപ്പെടുത്തിയ കർദിനാൾ മാർ ആന്റണി പടിയറ മാധ്യമ അവാർഡിന് എൻട്രികൾ ക്ഷണിച്ചു.
2016 മലയാള മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടതും മനുഷ്യാവകാശങ്ങളെയും മാനവിക മൂല്യങ്ങളെയും ഉയർത്തിപ്പിടിക്കുന്നതുമായ പരമ്പരകൾ, ഫീച്ചറുകൾ, റിപ്പോർട്ടുകൾ തുടങ്ങിയവയാണ് അവാർഡിന് പരിഗണിക്കപ്പെടുന്നത്. 50,000 രൂപയും ഫലകവും പ്രശസ്തി പത്രവുമാണ് അവാർഡ്. വിവിധ ക്രൈസ്തവ പ്രസിദ്ധീകരണങ്ങളിൽ 2016 പ്രസിദ്ധീകരിച്ച മികച്ച രചനകൾക്കുള്ള 25,000 രൂപയുടെ അവാർഡിനും എൻട്രികൾ ക്ഷണിച്ചു. അവാർഡിന് പരിഗണിക്കേണ്ട രചനകളുടെ 3 പ്രതികൾ പ്രസിദ്ധീകരിച്ച പത്രത്തിൻ്റെ എഡിറ്ററുടെ സാക്ഷ്യപത്രത്തോടുകൂടി ഏപ്രിൽ 30 മുൻപായി കൺവീനർ കർദിനാൾ മാർ ആന്റണി പടിയറ മാധ്യമ അവാർഡ്, സത്യദീപം വാരിക PB നമ്പർ 1916, എറണാകുളം നോർത്ത്, പിൻ 682018 എന്ന വിലാസത്തിൽ കർദിനാൾ മാർ ആന്റണി പടിയറ മാധ്യമ അവാർഡ് എന്ന് രേഖപ്പെടുത്തി അയക്കേണ്ടതാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ലൂർദിൽ നടക്കുന്ന അത്ഭുതങ്ങൾ ശാസ്ത്രലോകത്തെ അത്ഭുതപ്പെടുത്തുന്നുവെന്ന് നൊബേൽ പ്രൈസ് വിന്നർ ഡോക്ടർ ലൂക്ക് മൊണ്ടാഗ്നർ. മുംബൈയിൽ ദൈവമാതാവിൻ്റെ തിരുസ്വരൂപം അജ്ഞാത സംഘം തകർത്തു. ക്രൈസ്തവ നരഹത്യയിൽ ഐക്യരാഷ്ട്രസഭ മൗനം പാലിക്കുന്നുവെന്ന് അമേരിക്കൻ സംഘടന. ദൈവശാസ്ത്രജ്ഞനും തത്വചിന്തകനുമായ മൈക്കൽ നോവാക് അന്തരിച്ചു. ഇതോടെ വാർത്തകൾ സമാപിച്ചു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ ശനിയാഴ്ച രാത്രി 8:30. ദൈവത്തിന് സ്തുതി.